അപ്പൊ നമുക്ക് കറണ്ട് അഫയേഴ്സ്, അതായത് ജൂൺ 2025 കറണ്ട് അഫയേഴ്സിലൂടെ നമുക്ക് പോയി നോക്കാം. ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് 2025 ജൂണിലാണ് നടന്നത്. അത് ലോർഡ്സിൽ, ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് നടന്നത്, ലോർഡ്സ്. അപ്പം ചാമ്പ്യന്മാരായത് സൗത്ത് ആഫ്രിക്ക. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യന്മാരാകുന്ന മൂന്നാമത്തെ ടീമാണ് സൗത്ത് ആഫ്രിക്ക. പിന്നെ കൂടാതെ 27 വർഷത്തിന് ശേഷമാണ് സൗത്ത് ആഫ്രിക്ക ഒരു മേജർ ടൂർണമെന്റ് വിജയിക്കുന്നത്. ഇതില് ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ച് ആയിരുന്നത് എയ്ഡൻ മാർക്രം ആണ്. സൗത്ത് ആഫ്രിക്കൻ ടീമിന്റെ ക്യാപ്റ്റൻ ടിംബ ബവുമ. ഓസ്ട്രേലിയയിലാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. പിന്നെ അടുത്ത ഈ മാസം പ്രധാനപ്പെട്ട ഇതിലൂടെ നമ്മൾ കണ്ടുപിടിച്ച് നോക്കിയാൽ G7 ഉച്ചകോടി നടക്കുക. G7 ഉച്ചകോടി ജൂൺ 17 മുതലാണ് നടന്നത്. G7 ഉച്ചകോടി ജൂൺ 17 മുതൽ. ഈ ജൂൺ 17 മുതൽ ഇത് നടന്നത് കാനഡയിലാണ്. കാനഡയിലെ കനാനസ്കിസ്. പിന്നെ ഈ ഉച്ചകോടിക്ക് ഒരു പ്രത്യേകതയുണ്ട്, കനാനസ്കിസ്. അപ്പൊ ഇതിൽ മെയിനായിട്ട് ചർച്ച ചെയ്യുന്നത് AI കുറിച്ചും പിന്നെ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെ കുറിച്ചൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോദി 10 വർഷത്തിന് ശേഷമാണ് കാനഡ സന്ദർശിക്കുന്നത്. 10 വർഷത്തിന് ശേഷം. ഇനി അടുത്ത MI6 എന്ന് പറഞ്ഞാൽ ബ്രിട്ടന്റെ ചാര സംഘടനയാണ്. ബ്രിട്ടന്റെ രഹസ്യാന്വേഷണ വിഭാഗം, ചാരല്ല, ബ്രിട്ടന്റെ രഹസ്യാന്വേഷണ വിഭാഗം. അപ്പം ഇതിന്റെ അതായത് ഇതിന്റെ ഇൻചാർജ് ആയിട്ട് ഒരു 116 വർഷങ്ങൾക്ക് ശേഷം ഒരു ലേഡി വന്നു. 116 വർഷങ്ങൾക്ക് ശേഷം ബ്ലെയ്സ് മെട്രോവാലിയ എന്നാണ് അവരുടെ പേര്. ബ്ലെയ്സ് മെട്രോവാലിയ. ഇപ്പം ജൂൺ 13 ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചു. അതിന് അവർ പേരിട്ടിരുന്നത് റൈസിംഗ് ലയൺ എന്നായിരുന്നു ആ ആക്രമണത്തിന് പേരിട്ടത്.